ഹായ് ഓൾ. നമ്മൾ കമ്പനി സെക്രട്ടറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് എന്താ പറയുക, നമുക്ക് നോ പറയാനുള്ള ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ നമ്മളിപ്പം PCS എന്ന് വെച്ചാൽ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി, അവർക്ക് അടുത്ത് വരുന്ന ക്ലയൻസിനെ അഡ്വൈസ് ചെയ്യേണ്ട ടൈം വരും. അപ്പോൾ അവരെടുത്ത് എന്ത് പറ്റത്തില്ല, ഉടനെ അവർ പറയുന്ന ചില കാര്യങ്ങൾക്ക് എടുത്തടിച്ച പോലെ നമുക്ക് നോ എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി സെക്രട്ടറി ആണെങ്കിൽ എപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടി വരും. ആരുമായിട്ട്? നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സുമായിട്ട്. അപ്പം അവിടെയും പെട്ടെന്ന് അവർ ചോദിക്കുന്ന മറുപടിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല, ഒരു നോ പെട്ടെന്ന് അടിച്ച് പറയാൻ പറ്റത്തില്ല നമുക്ക് നോ എന്ന്. കാരണം നമ്മൾ എപ്പോഴും ലീഗൽ സൈഡിലാണ്. ലീഗലിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ, കുറേ ലൂപ്പ് ഹോൾ ഉണ്ട്. അതാണ് നമ്മുടെ പ്രൊഫഷനെ യൂണിക് ആക്കുന്നത്, അല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഫസ്റ്റ് ആണ് സെക്ഷൻ 92. നമ്മൾ കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ച് കമ്പനീസ് ആക്ട് 2007 സെക്ഷൻ 92 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആനുവൽ റിട്ടേൺ അറിയാലോ എല്ലാവർക്കും. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ടൈം എപ്പോഴാണ്? 60 ദിവസത്തിനുള്ളിൽ. ഏത് 60 ദിവസത്തിനുള്ളിൽ? നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തിയതിന് ശേഷം, ആ കഴിഞ്ഞ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാണ് നടന്നത് അന്ന് തൊട്ട് 60 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആനുവൽ റിട്ടേൺ ROCക്ക് ഫയൽ ചെയ്തിരിക്കണം, അല്ലേ? അപ്പോൾ ROC നമുക്ക് അത് നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? പെനാൽറ്റി ലഭിക്കും. അത് എത്രയാണ്? 10,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് കണ്ടിന്യൂ ഫെയിലർ ആണെങ്കിലോ 100 പെർ ഈച്ച് ഡേ കിട്ടും. അങ്ങനെ ഒരു മാക്സിമം കമ്പനിക്ക് 2 lakh വരെ എന്ത് കിട്ടും? പെനാൽറ്റി കിട്ടും. അങ്ങനെ നമുക്കൊരു നോട്ടീസ് വന്നാൽ നമുക്ക് എന്തുണ്ട്? ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. എന്താണ്? ആ നോട്ടീസ് നമുക്ക് വന്ന് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പെനാൽറ്റി ബാധകമല്ല. ആരെങ്കിലുമൊക്കെ ഇത് ഓർക്കുന്നുണ്ടോ, ഇത് പഠിച്ചവര്? ജസ്റ്റ് ഒന്ന് റിന്യൂ ചെയ്തേക്കും. ഓക്കെ. 2, അപ്പം ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ആനുവൽ റിട്ടേണിന്റെ കാര്യം. അപ്പൊ അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അപ്പം നമ്മൾ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ടൈമിലോ PCS ആയിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ടൈമിലോ നമുക്ക് വരുന്ന പ്രശ്നമാണ്, ഒരാൾ വരുവാണ്, ഞങ്ങൾ ഇന്നപോലെ നോട്ടീസ് കിട്ടി, എന്താ ചെയ്യുക? അപ്പം നമ്മൾ എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എന്താ പറയുക, നിങ്ങളത് ചെയ്യുക, നിങ്ങൾ ആ ഫൈൻ അടയ്ക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാ? നമുക്ക് ഇങ്ങനെ അഡ്വൈസ് ചെയ്യാം, 30 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെനാൽറ്റി ബാധകമല്ല. 1. ഇനി അടുത്ത കേസ്, നമ്മുടെ റെഗുലേഷൻ 17 ഉണ്ട്, സെബി LODR, ലിസ്റ്റഡ് എൻറ്റിറ്റീസ് വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് LODR എന്ന് പറയുന്നത്. അപ്പോൾ 2015 സെബി LODR റെഗുലേഷൻ പ്രകാരം ഈ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന് 75 ഏജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റുമോ അത് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്? ബിക്കോസ് അവിടെയും നമുക്കൊരു ഉണ്ട്. എന്താണ്? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ നമുക്ക് അദ്ദേഹത്തെ അവിടെ അപ്പോയിന്റ് ചെയ്യാം. അതാണ് നമ്മളുടെ ഒരു നമ്മുടെ അഡ്വൈസിങ് എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം, നമുക്ക് എപ്പോഴും ഒരു ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ കമ്പനി എപ്പോഴും കമ്പനിയുടെ മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്തിരിക്കും? ഒരു ക്യാപിറ്റൽ ക്ലോസ് കാണും. ക്യാപിറ്റൽ ക്ലോസിനകത്ത് എല്ലാ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലും സബ്സ്ക്രൈബർ ക്യാപിറ്റലും എല്ലാം കാണും. അപ്പം ആ ടൈമിൽ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ നമുക്കൊരു ടൈമിൽ ഇത്ര വരെ പറ്റത്തുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഘട്ടത്തിൽ വരികയാണ്, എന്താ? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണം എന്നൊരു ബോർഡിന്റെ ഒരു അഭിപ്രായം വരികയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുക, അത് പറ്റുമോ? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കല്ലേ, നമ്മൾ പറയണം. നമുക്കത് സത്യം പറഞ്ഞാൽ പറ്റത്തില്ല എന്നുള്ള രീതിയിലോട്ട് വരും. പക്ഷെ നമുക്ക് പറ്റും. എന്താണ്? റെസൊല്യൂഷൻ പാസ് ചെയ്യണം ജനറൽ മീറ്റിംഗിൽ. പക്ഷെ നമ്മൾ അപ്പോഴൊരു ഡൗട്ട് ചിലർക്ക് വരും, ഏത് റെസൊല്യൂഷൻ നമ്മൾ പാസ് ചെയ്യും? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണോ ഓർഡിനറി പാസ് ചെയ്യണോ? ഡൗട്ട് ഒന്നും വേണ്ട, ഓർഡിനറി ആണേ അപ്പോഴും അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നമുക്കൊരു എപ്പോഴും വരുന്നൊരു കാര്യമാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 149 സബ്സെക്ഷൻ 6 ആണ് കമ്പനീസ് ആക്ട് 2013 നമ്മുടെ ആരെക്കുറിച്ച് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഞാൻ അവിടെ പറയാൻ വന്നതൊന്നുമല്ല. നമ്മുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ടൈമിൽ സെബിയുടെ കാര്യത്തിൽ വരിക എന്ന് വെച്ചാൽ ലിസ്റ്റ് എൻറ്റിറ്റിയുടെ കാര്യം വരുമ്പോൾ അവർ അപ്പോയിന്റ്മെന്റ് ആയിക്കോട്ടെ, അതുപോലെ റീ അപ്പോയിന്റ്മെന്റ് ആയിക്കോട്ടെ, റിമൂവൽ ആയിക്കോട്ടെ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ഓക്കെ, ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. 3/4 മെജോറിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആളെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ ജനറൽ മീറ്റിംഗിൽ നമ്മളിങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ അവിടെ ബോർഡ് അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് വരാതിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പം അത് എത്രയാണോ വോട്ട്, അതിന് 3 മടങ്ങ് കൂടുതലായിരിക്കണം അദ്ദേഹത്തിനെ ഫേവർ ചെയ്തുകൊണ്ട് വരുന്ന വോട്ട് കാസ്റ്റ്. എന്നാലേ അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അത് പാസ്സായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ ഒരു കേസ് വരുന്ന വെച്ചാൽ
നമ്മുടെ 2022 സെബി ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു അതിനകത്ത്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായില്ല. ഇപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ പാസ്സായില്ല. പക്ഷേ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അവരുടെ ബോഡ്കാസ്റ്റ് ഈ പറഞ്ഞ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളവർ എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണ്ട എന്ന് പറയുന്നവരുണ്ട്. അപ്പം അവർക്ക് എതിരെ അല്ലെങ്കിൽ അവർക്ക് മുകളിലാണ് ആരുടെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബോഡ്കാസ്റ്റ് നിൽക്കുന്നത് എങ്കിൽ എന്താണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ അവിടെ പാസ്സാകണമെന്നുമില്ല. എന്താണ് പബ്ലിക് ഷെയർ ഹോൾഡിങ്ങിന്റെ വോട്ടിംഗ് റേറ്റ് കൂടുതൽ നിന്നാൽ നമുക്ക് എന്താണ് അദ്ദേഹത്തെ അവിടെ അപ്പോയിന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ യൂണിക് ആണ്. നമുക്ക് എവിടെയും കയറി ഒറ്റയടിക്ക് നോ പറയാനുള്ള ഒന്നും പറ്റത്തില്ല. അത് ലീഗൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. എടുത്തടിച്ച പോലെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നോ എന്ന്. കാരണം എല്ലാത്തിനും ഓരോ ലൂപ്പ് ഹോൾ ഉണ്ട്. അതാണ് നമ്മുടെ വർക്കിനെ ഇൻട്രസ്റ്റ് ആക്കുന്നതും നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതും. പക്ഷേ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷെ ഇതിനൊക്കെ കൂടുതൽ കാര്യങ്ങളുണ്ട് നമ്മൾ കമ്പനീസ് ആക്ടിൽ മെലോഡിയാറിലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിന്റെ നോളജ് അതാ ഞാൻ പറഞ്ഞത് എപ്പോഴും സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്യണമെന്ന്. അതല്ലാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്യാതെ നമ്മൾ എത്ര തവണ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും നമുക്ക് ഒരു ഗുണവുമില്ല ഭാവിയിൽ. ഇപ്പം പാസ്സായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ ഇപ്പം 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. ഈ കാര്യങ്ങളിനകത്ത് ഒരാളുടെ അടുത്ത് ചോദിക്കുവാണ് ഓതറൈസേഷൻ ക്യാപിറ്റൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. എന്താണ് ചെയ്യുക? അപ്പം നമ്മൾ സ്പെഷ്യലിസം പാസ്സാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വാല്യൂ അവിടെ ഇടിഞ്ഞു. അതുപോലെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം വരുന്നു. അപ്പം നമ്മൾ അവിടെ പറയുന്നു അത് പറ്റത്തില്ല സ്പെഷ്യൽ റെസൊല്യൂഷൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ തന്നെ പാസ്സാക്കണമെന്ന് പറയുന്നു. എവിടെയാണ് ഡിസ്റ്റൻഡിറ്റിയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ ഇടിക്കും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട്. ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ക്ലയൻസിനായാലും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലായാലും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന കേസിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാൻ എന്ത് പറ്റും? ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു ആൾട്ടർനേറ്റീവ് ഡയറക്ടറെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ സെബി പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് എൻറ്റിറ്റീസിന് അങ്ങനെ പറ്റത്തില്ല. അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആരും മറക്കണ്ട, ഈ ജനുവരി 15 മുതലാണ് ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനി ലോ ആൻഡ് പ്രാക്ടീസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും എന്നെ വിളിക്കുക. ഓക്കെ, സീ യു സൂൺ.